ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് എൻ്റെ സിസ്റ്ററുടെ മാരേജ് ഡേ ആണ്. മാരേജ് ഡേ അല്ല, മാരേജിൻ്റെ തലേ ദിവസമുള്ള ഡേ. ഹൽദി നമ്മൾ അന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹൽദി രാവിലെയും പിന്നെ റിസപ്ഷനായിട്ട് അങ്ങനെയില്ല. റിസപ്ഷൻ ഹോളെടുത്തിട്ട് അങ്ങനെ വലിയ സെറ്റപ്പായിട്ട് ചെയ്യുന്നില്ല. വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല റിസപ്ഷനായിട്ട്. എന്നാലും അന്ന് കല്യാണത്തിന് വരാൻ പറ്റാത്തവർക്ക് ആരെങ്കിലും വന്നാലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫംഗ്ഷൻ പോലെ വീട്ടിലാണ് അത് കണ്ടന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ രാവിലെ എന്നെയും മക്കളെയും ജോസഫേട്ടൻ കുഞ്ഞമ്മയുടെ സിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ സ്വന്തം സഹോദരിയുടെ മോളുടെ ആണ് കേട്ടോ, എൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിലവിടെ കൊണ്ടാക്കിയിട്ട് ജോസഫേട്ടൻ പോയി. പിന്നെ ഇനി വൈകിട്ട് ഞങ്ങളെ വിളിക്കാനേ വരത്തുള്ളൂ. പക്ഷേ ഞങ്ങളവിടെ പോയപ്പോഴത്തേക്കും മണവാട്ടി അങ്കയില്ലേ, മണവാട്ടി ഇപ്പോഴും പർച്ചേസിലായി കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്തോ പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ ഹൽദിക്കിടേണ്ട മഞ്ഞ ഡ്രസ്സൊക്കെ അങ്ങനെ എന്തോ ഓൺലൈൻ വഴി വന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരി എത്തി. ഈ കാണുന്നതാണ് മണവാട്ടി. അവൾ എത്തിയപ്പോഴത്തേക്ക് നല്ല ലേറ്റായിപ്പോയി. പിന്നെ ഞാനും മക്കളും അവിടെ ഇരുന്ന് കളിച്ച് ചിരിച്ച് ഇരുന്ന് ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി എത്തി. അവൾ നല്ല ക്ഷീണിച്ചാണ് വന്നത്. ഒത്തിരി സാധനങ്ങളൊക്കെ പിന്നെ അവിടെ കൊണ്ടുപോയിട്ടിടാനുള്ള ഡ്രസ്സും കാര്യമൊക്കെ അത് പിന്നെ അങ്ങനെയാണല്ലോ. കാരണം എനിക്കും അങ്ങനെ, എൻ്റെ കല്യാണത്തിന് തലേ ദിവസം വരെ ഞാൻ നല്ല ഓട്ടമായിരുന്നു. നമുക്ക് എത്ര നമ്മൾ നേരത്തെ കൂട്ടി എല്ലാം എടുത്ത് വച്ചിരുന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണും, തലേ ദിവസം വരെ ഓടണം. പക്ഷേ അത് നമുക്ക് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുമെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. മൊമെൻ്റ് അല്ല, നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് ഓർക്കാനുള്ളൊരു എന്താണ് ഒരു മെമ്മറിയാണ്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ അനിയനാണ്, മണവാട്ടി കല്യാണ പെണ്ണിൻ്റെ അനിയനാണ്. കല്യാണ പെണ്ണിൻ്റെ അനിയൻ എൻ്റെ അനിയൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ കല്യാണ വിശേഷങ്ങളായിരിക്കും അപ്പോൾ ഈ വീഡിയോയിലോട്ടുള്ളത്. കല്യാണത്തിൻ്റെ വീഡിയോ ഇന്നത്തെ ഇല്ല. ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസം എടുക്കുന്ന നൈറ്റുള്ള വീഡിയോ ആണ്. പിന്നെ ഹൽദിയുടെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു പ്രാന്ത് കാണിക്കുന്നതാണ് ഞാൻ. ഇത് വിഷ്ണുവിൻ്റെ ഗിത്താറാണ്. അവനത് വായിക്കാൻ അറിയാമോ ഇല്ലയോ എന്തോ, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വായിക്കുന്നതും അവിടെ ഇരുന്ന് ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് എടുത്ത് വായിച്ചൊക്കെ നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൽദിക്കുള്ള ഡെക്കറേഷൻ വരുന്നത്. പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-6 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഡെക്കറേഷൻ പരിപാടിയാണ്. വീട്ടിൻ്റെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ട്, എനിക്കിങ്ങനെ പൊതുവെ ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് കാണുന്നത് ഭയങ്കര ഒരു വൈബാണ്. പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ അന്നല്ല, പന്തലിട്ട് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ 2-3 ദിവസം മുന്നേ ഇങ്ങനെയൊക്കെ കല്യാണത്തിൽ 2 ദിവസം മുന്നേ ഉള്ള ഒരു ഡേ ഉണ്ടല്ലോ, എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. കാരണം ബന്ധുക്കളെല്ലാവരും കൂടെ കൂടി കുറേ സംസാരം, കുറേ തമാശ, ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കൂട്ടത്തോടെ ഇരിക്കുന്നത് എനിക്ക് ആ ഒരു ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കല്യാണത്തിൻ്റെ ഇടയിൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം എല്ലാവരും പല പല വഴിക്കായിരിക്കും. അന്ന് ഒത്തിരി ബന്ധുക്കളെ കുറേ അമ്മൂമ്മമാരെയൊക്കെ കാണുമ്പോഴത്തേക്കും പരിചയപ്പെട്ടൊക്കെ വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ആരുടെ അത്ര രസം ഉണ്ടാവില്ല. എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം, എനിക്കിങ്ങനെ തലേ ദിവസത്തെ ഒരു രസം ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുഞ്ഞമ്മ, ഇത് ശില്പയുടെ, അതാണ് എൻ്റെ അമ്മയുടെ അനിയത്തി, കല്യാണ പെണ്ണിൻ്റെ അമ്മ. ഇതെൻ്റെ സിസ്റ്ററാണ്. ഇതെൻ്റെ മൂത്ത വല്യമ്മയുടെ മോളാണ്. ഇവരിപ്പോൾ അങ്ങ് മാർത്താണ്ഡത്താണ്, അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഇവങ്ക വന്നിരിക്കുന്നതാണ്. പിന്നെ ഇത് പിന്നെ ഹൽദി ഡേ ആണ്, നെക്സ്റ്റ് മോർണിംഗ് ആണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും മഞ്ഞ ഡ്രസ്സ് ഇടാൻ അവൾ പറഞ്ഞെങ്കിലും അവൾ എല്ലാവരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവളുടെ ഫ്രണ്ട്സൊക്കെ മഞ്ഞ ഡ്രസ്സല്ല, അവർക്ക് പല പല വർണ്ണങ്ങളിലായിട്ടാണ് അവർ വന്നത്. ആകെ കൂടെ ഞാനും പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേരെന്ന് പറയാനുമില്ല, 5-6-7 പേരെന്തോ മാത്രം തന്നെ മഞ്ഞ ഡ്രസ്സിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാനിട്ട് എടുത്ത മെഹന്തിയാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എനിക്കങ്ങനെ ഇടാനൊന്നും അറിയില്ല. പിന്നെ അവർക്ക് ഇതൊക്കെയാണല്ലോ, ഇതൊക്കെ അവർക്ക് ഭയങ്കര അടിപൊളി എന്നാണ് അവരുടെ വിചാരം. എൻ്റെ ചേച്ചിയുടെ മോളാണ്. അപ്പം ഇത് റിസപ്ഷന് വേണ്ടിയിട്ട്, അപ്പോൾ ഇതാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിലുള്ള ചെറിയൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അവളിട്ട് ഒരു സൽവാറല്ലല്ലോ, ഒരു സ്കേർട്ടും ഒരു ലാച്ച പോലത്തെ ഒരു സെറ്റപ്പ്. പിന്നെ അപ്പോൾ ഇതാണ് അവൾ റെഡിയായിരിക്കുന്നത്. മോള് പിന്നെ അന്നത്തെ ദിവസം എൻ്റെ കയ്യിലേ അല്ലായിരുന്നു, അവൾക്ക് കൊച്ചിച്ചൻ്റെ കയ്യിലായിരുന്നു. അവൾക്ക് ഫുള്ളും കംഫർട്ടായിട്ട് ഇരിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊച്ചിനായിരുന്നു. കൊച്ചിൻ്റെ മുഖം ഞാൻ ഇതിലെടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. കൊച്ചിൻ എന്ന് പറയുന്നത് കല്യാണ പെണ്ണിൻ്റെ അച്ഛനാണ്. അപ്പം ഇത് ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് പോയതുകൊണ്ട് ഭയങ്കര സ്റ്റൈലിലൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്.
ഞാൻ ഈവനിങ് നൈറ്റ് കഴിച്ചില്ല. എനിക്ക് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് ആകപ്പാടെ കോളേജിൽ പഠിച്ചതിൽ എനിക്ക് കോൺടാക്റ്റുള്ള ഒറ്റ ഒരു ഫ്രണ്ടേ ഉള്ളൂ, ഗായത്രി. അവളുടെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേക്ക് അവൾ വന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നതുള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് അപ്പത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.